പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും പല വിഷയങ്ങളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും, അല്ലെ? ഒരുപാട് സംശയങ്ങൾ, ഓരോ വിഷയത്തിലും ഇഷ്ടം പോലെ എണ്ണി തീർക്കാൻ പറ്റാത്ത സംശയങ്ങൾ നമുക്കുണ്ടാകും. കാരണം നാം എല്ലാം അറിയുന്നവരും എല്ലാത്തിന്റെയും ഉത്തരം കയ്യിലുള്ളവരുമല്ല. പ്രസക്തം എന്ന് നാം കരുതുന്ന ചില സംശയങ്ങൾ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനും ന്യൂസ് ബുള്ളറ്റ് കേരള ഒരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. അറിയാനുള്ള ആഗ്രഹമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്, തർക്കിക്കാനും തീർപ്പ് കൽപ്പിക്കാനുമുള്ള അഹംഭാവമല്ല എന്ന വിനയത്തോടെ ഇന്നത്തെ സംശയത്തിലേക്ക് കടക്കുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്ന ചോദ്യം ഉന്നയിച്ച് ജമായത്തെ ഇസ്ലാമി ശൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇന്നത്തെ സംശയം ഉദിക്കുന്നത്. ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ പൂർണ്ണതയോടെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കാരക്കുന്ന് പ്രബോധനം ചെയ്യുന്നത്. ഖലീഫ അല്ലെങ്കിൽ ഖലീഫ ചുമതലപ്പെടുത്തുന്ന ഗവർണർ അല്ലെങ്കിൽ ഗവർണർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ, ഇവരിൽ ആരെങ്കിലും ഇമാമായി നിയോഗിക്കപ്പെട്ടാലേ നിസ്കാര കർമ്മം പോലും പൂർണ്ണതയിലെത്തൂ എന്നാണ് കാരക്കുന്ന് പറയുന്നത്. ഇസ്ലാം മതവിശ്വാസികൾ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഇതര മതവിശ്വാസികളുടെ പിന്തുണയോടെ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കാൻ കഴിയും എന്ന് മദീനയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഷെയ്ഖ് കാരക്കുന്ന് സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഷെയ്ഖ് കാരക്കുന്നിന്റെയും ഒക്കെ വാക്കുകളും നിലപാടുകളും അംഗീകരിച്ച് കേരളം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറാൻ എല്ലാ മതവിശ്വാസികളും ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും പിന്തുണയും സമ്മതവും നൽകിയെന്നിരിക്കട്ടെ. അങ്ങനെ കേരളം ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി എന്നിരിക്കട്ടെ. എങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ ഖലീഫയാവുക? അത് പാണക്കാട് തങ്ങളായിരിക്കുമോ, കുഞ്ഞാലിക്കുട്ടി ആയിരിക്കുമോ, KM ഷാജി ആയിരിക്കുമോ, അതോ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ആയിരിക്കുമോ? ഇനി അതുമല്ലെങ്കിൽ SDPI യുടെ സെക്രട്ടറി ആയിരിക്കുമോ?